ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ഡ്രാമ എക്സ്പ്ലെയിനർ. ദോങ്മാനെ പറഞ്ഞു പറ്റിച്ചൊരു ടൂർണമെന്റിൽ പങ്കെടുപ്പിച്ച് അടി വാങ്ങിക്കൊടുത്ത് അത് തക്സുവിന്റെ മാനേജർ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അതിനുശേഷം എന്താ സംഭവിക്കുന്നതെന്നാണ് ഈ എപ്പിസോഡിൽ കാണിക്കുന്നത്. ഇപ്പൊ ദോങ്മാനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിരിക്കുവാണ്. തൊട്ടടുത്ത് ഏറെയുണ്ട്. ഞാനിനി എന്ത് ചെയ്യുമെന്നും ചോദിച്ചാൽ അവൾ അലറി കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. അവളുടെ കരച്ചിൽ കണ്ട് ഹോസ്പിറ്റലിലെ എല്ലാവരും നോക്കുന്നത് കണ്ട് ദോങ്മാൻ ഏറയോട്, നീ എന്നെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുവാ, ഞാൻ മരിച്ചൊന്നും ഇല്ലല്ലോ, പിന്നെ എന്നാത്തിനാ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നേ എന്ന് ചോദിക്കുന്നു. ഏറ, ഇനി മേലാ നീ ഫൈറ്റ് ചെയ്യാൻ പോകരുത്, ആ കാര്യം എന്നോട് പറയുകയും ചെയ്യരുത്, എനിക്കിതൊന്നും കണ്ടോണ്ടിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് അവള് വീണ്ടും വീണ്ടും കരയുന്നു. അയ്യോ, എനിക്ക് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ലല്ലോ, നീ ഇത്രയ്ക്ക് കരയാൻ വേണ്ടി ഒന്നും സംഭവിച്ചിട്ടില്ല, കരയുന്നതും പോരാ മുടിയും തിന്നോണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ദോങ്മാൻ അവളെ ആശ്വസിപ്പിക്കുന്നു. ഈ സമയത്താണ് ഹെയറാൻ അങ്ങോട്ട് വരുന്നത്. അവൾ എങ്ങനെ ഇങ്ങോട്ടെത്തി എന്ന് ചോദിച്ചാൽ തക്സുവിന്റെ മാനേജർ വീഡിയോ എടുക്കുക മാത്രമല്ലാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നേ, ആ വീഡിയോ ഇന്റർനെറ്റിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വൈറലായി. അങ്ങനെയാണ് ഹെയറാൻ അങ്ങോട്ടേക്ക് വരുന്നത്. അവള് വരുന്നതും അവളുടെ പാവത്താനെ പോലെയുള്ള അഭിനയം തുടങ്ങുവാണ്. കൂടെ ഏറയോട്, ഇപ്പൊ ഞാൻ വന്നില്ലേ, ഇനി നീ പൊക്കോ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഏറെ അത് കേട്ടോണ്ടിരിക്കോ. എന്നോട് പോവാൻ പറയാൻ നീ ആരാ എന്നാണ് അവളോട് ചോദിക്കുന്നത്. അവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് എപ്പോഴത്തെയും പോലെ ദോങ്മാൻ പഴം പുഴുങ്ങിയതുപോലെ മിണ്ടാണ്ടിരിക്കുമായിരിക്കും എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെ അല്ലാട്ടോ സംഭവിക്കുന്നത്. ഏറയുടെ കൈ പിടിച്ച്, ഇവളല്ല പോകേണ്ടത്, നീയാണ് പോകേണ്ടത് എന്ന് പറഞ്ഞ് ഹെയറാനെ ഇൻസൾട്ട് ചെയ്യുന്നു. ഹെയറാൻ അങ്ങനെ തോറ്റു കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഏറയോട്, നീ ജയിച്ചു എന്നൊന്നും വിചാരിക്കേണ്ട, എന്നോടുള്ള ദേഷ്യം കൊണ്ടാണ് അവനിപ്പോ നിന്റെ കൈ പിടിച്ചേക്കുന്നത് പോലും എന്ന് പറഞ്ഞ് വളരെ സൗമ്യമായ രീതിയിൽ ദോങ്മാനോട് നമുക്ക് വീണ്ടും കാണാട്ടോ എന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അവള് പോകുന്നതും ഏറെ ദേഷ്യത്തിൽ അവളുടെ കൈ മാറ്റി, അവളെ കാണിക്കാൻ വേണ്ടിയാണോ നീ എന്റെ കൈ പിടിച്ചേ എന്ന് ചോദിക്കുന്നു. അതിന് എന്തുത്തരം കൊടുക്കണമെന്ന് അറിയാതെ, എനിക്കറിയാൻ പാടില്ല എന്ന് ദയനീയമായി പറഞ്ഞ് ദോങ്മാൻ കിടക്കുവാണ് ചെയ്യുന്നത്. ഇപ്പൊ ദോങ്മാനെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. ഏറെയും ദോങ്മാനും വീട്ടിലേക്ക് നടന്നു വരുവാണ്. ഈ സമയത്ത് അവള് ഹെയറാനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അവൾ നിന്നെ ഇടയ്ക്കിടയ്ക്ക് നിന്നെ കാണാൻ വരുന്നത്, അവളുടെ മുഖം കാണുമ്പോഴേ എനിക്ക് ഇറിറ്റേറ്റിംഗ് ആയിട്ടാ തോന്നുന്നത് എന്ന് പറയുന്നു. അവൾ അത്ര മോശമൊന്നും അല്ല, ഒന്നുകിൽ ഞാൻ മിലിറ്ററിയിലേക്ക് പോയ 2 വർഷം അവൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തില്ലേ എന്ന് ദോങ്മാൻ പറയുന്നത് കേട്ട് ഏറ, നീ ഇപ്പോഴും അവളെ വിശ്വസിച്ചുകൊണ്ടിരിക്കുവാണോ? ആ 2 വർഷങ്ങളിലായിട്ട് ഞാൻ അവളെ 2 പയ്യന്മാരുടെ കൂടെയാ കണ്ടിട്ടുണ്ടായിരുന്നത് എന്ന് പറയുന്നു. എന്നാ ദോങ്മാൻ അതും വിശ്വസിക്കുന്നു. അതവളുടെ വല്ല ഫ്രണ്ട്സും ആയിരിക്കും എന്നാണ് അവൻ പറയുന്നത്. ഇതുപോലെ അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് കേട്ട് ഏറയ്ക്കാണെങ്കിൽ ദേഷ്യമാണ് വരുന്നത്. അതും പോരാത്തതിന്, അത് നിനക്ക് ഞങ്ങളെ നന്നായിട്ട് അറിയാത്തതുകൊണ്ടാ എന്നോട് ദോങ്മാൻ പറയുന്നതും, ഓ ഞങ്ങളെ നന്നായിട്ട് അറിയാത്തതുകൊണ്ടാണെന്നല്ലേ, അപ്പൊ ഞാൻ വേറെ ആരോ ആണെന്നല്ലേ നീ പറഞ്ഞു വരുന്നേ. ശരി, ഇനി നിങ്ങൾക്കിടയിലേക്ക് ഞാൻ ഒരിക്കലും വരാൻ പോകുന്നില്ല, ഇനി നീയായി നിന്റെ ഹെയറാനായി നീ എന്താന്ന് വെച്ചാ ചെയ്യേ എന്ന് ദേഷ്യത്തോടെ പറഞ്ഞ് ഏറെ അവിടുന്ന് പോകുന്നു. ചുമ്മാ പോയി എന്ന് വിചാരിക്കേണ്ട, ദോങ്മാൻ ഇട്ട് പണി കൊടുക്കണമല്ലോ, അതിനുവേണ്ടി കോച്ചിനെയും വിളിച്ചു വരുത്തിയിട്ടാണ് അവള് പോകുന്നത്. കോച്ചാണെങ്കിൽ നല്ല ദേഷ്യത്തിലാണ് അവന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോയത് കോച്ചിനോട് പറഞ്ഞിട്ടില്ലല്ലോ. കലിയിളകി വരുന്ന കോച്ചിനെ കണ്ട് ദോങ്മാൻ, ദൈവമേ ഞാനിതാ നിന്റെ അടുത്തേക്ക് വരുന്നു എന്നും പറഞ്ഞുകൊണ്ട് പേടിച്ച് കോച്ചിന്റെ കയ്യിൽ നിന്ന് തല്ലും പ്രതീക്ഷിച്ച് നിൽക്കുവാണ് ദോങ്മാൻ. എന്നാ കോച്ച് അവനെ തല്ലുവല്ല ചെയ്യുന്നത്, പകരം നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അവനെ ഹഗ് ചെയ്യുവാണ് ചെയ്യുന്നത്. അതും നീ ജീവനോട് തിരിച്ചു വന്നത് തന്നെ മഹാഭാഗ്യം എന്നും പറഞ്ഞുകൊണ്ടാണ് കോച്ച് അവനെ ഹഗ് ചെയ്യുന്നത്. ദോങ്മാനാണേലോ, ഇതിപ്പോ എന്താ സംഭവം, ഇത് എനിക്ക് വട്ടായതാണോ അതോ കോച്ചിന് വട്ടായതാണോ എന്ന് ചിന്തിച്ച് കൺഫ്യൂസ് ആയി നിൽക്കുകയും ചെയ്യുന്നു. എന്നാൽ കോച്ച് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നറിയോ? ദോങ്മാൻ ഒരു ഫോറിനറുമായിട്ടായിരുന്നല്ലോ ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ആ ഫോറിനർ ഈ മാർഷൽ ആർട്സിന്റെ ഫീൽഡിലൊക്കെയുള്ള വേൾഡ് ചാമ്പ്യൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, ആ വേൾഡ് ചാമ്പ്യൻസിന്റെ ഫാമിലിയിൽ നിന്നും വരുന്ന ഒരു മെമ്പറാണ്. അവരുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും തന്നെ പ്രൊഫഷണൽ ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നവരായിരിക്കും. അതായത് ജനിച്ച് വീഴുമ്പോഴേ അവരുടെ ബ്ലഡിൽ ഈ ഫൈറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സ്കിൽ ഉണ്ടാവും എന്നർത്ഥം. അതുപോലൊരു മെമ്പർക്കെതിരെയാണ് ദോങ്മാൻ ഇപ്പൊ ഫൈറ്റ് ചെയ്തേക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ റിങ്ങിന്ന് ജീവനോടെ തിരിച്ചു വന്നത് തന്നെ മഹാഭാഗ്യമാണല്ലോ. അതുകൊണ്ടാണ് കോച്ച് അങ്ങനെ പറഞ്ഞത്. അത് മാത്രമല്ല, അവർ ഫൈറ്റ് ചെയ്യുന്ന വീഡിയോ നോക്കിക്കൊണ്ട് കോച്ച്, ഇത് കണ്ടോ, നീ അത്രയും തല്ല് വാങ്ങിയെന്നുള്ളതൊക്കെ ശരി തന്നെയാ, പക്ഷെ നീ അവനിട്ടൊരു പഞ്ച് കൊടുത്തിട്ടുണ്ട്, ഇതിപ്പോ ഞാൻ എങ്ങനെയാ നിനക്ക് പറഞ്ഞു തരിക? ഒരു 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു ഒരു കോളേജ് സ്റ്റുഡന്റിനെ പഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ആ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു ഒരു നിസാരക്കാരനല്ല എന്നാണ്. അതായത് നീയാണ് ആ ഫൈറ്റിൽ വിജയിച്ചത് എന്ന് തന്നെ പറയാം എന്ന് ദോങ്മാനോട് പറയുന്നു. അവനാണെ കേട്ടത് വിശ്വസിക്കാൻ പറ്റാതെ കഴിച്ച ഫുഡ് പോലും ഇറക്കാൻ പറ്റാതെ ഇരിക്കുകയും ചെയ്യുന്നു. ആ ഫോറിനറെ ദോങ്മാനെതിരെ അറേഞ്ച് ചെയ്തത് തക്സു ആയിരുന്നു കേട്ടോ. ഇപ്പൊ തക്സുവും ഗ്യാങ്ങും അയാളെ പറഞ്ഞയക്കാൻ വേണ്ടി എയർപോർട്ടിലേക്ക് വന്നേക്കുവാണ്. തക്സു ഓഫർ ചെയ്ത പണത്തിന് വേണ്ടിയായിരുന്നു ആ ഫോറിനർ ദോങ്മാനെതിരെ ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറഞ്ഞ സമയമാണ് ഫൈറ്റ് ചെയ്തതെങ്കിലും ആ സമയം കൊണ്ട് ദോങ്മാനെ കുറിച്ച് അങ്ങേര് നന്നായിട്ട് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. സോ പോകുന്നതിന് മുന്നേ തക്സുവിനോട്, നീ അവനെതിരെ ഫൈറ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്, ഒരു മിനിറ്റ് പോലും അവനെതിരെ പിടിച്ചു നിൽക്കാനായിട്ട് നിന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. ഇതുപോലെ അങ്ങനെ പറയാൻ കാരണം എന്താണെന്നറിയോ? ഫൈറ്റ് തുടങ്ങിയതിനു ശേഷം ഒരൊറ്റ പഞ്ച് മാത്രമായിരുന്നല്ലോ ദോങ്മാൻ അയാൾക്കെതിരെ കൊടുത്തത്. എന്നാൽ ആ ഒരൊറ്റ പഞ്ച് കൊണ്ട് തന്നെ അയാളുടെ 2 വാരിയല്ലാണ് പൊട്ടിയേക്കുന്നത്. അതുകൊണ്ട് അങ്ങേർക്ക് പോകാൻ വേണ്ടി ബിസിനസ് ക്ലാസ്സും ബുക്ക് ചെയ്യേണ്ട അവസ്ഥയായി തക്സുവിന്. ഇതൊക്കെ കണ്ട് തക്സുവിന് ഒന്നുകൂടെ ദേഷ്യം കൂടുവാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഡേ സോളി ജൂമാന്റെ വീട്ടിലേക്ക് ഒരു ബർത്ത്ഡേ ഫംഗ്ഷന് പോകുവാണ്. ജൂമാന് വർക്ക് ഉള്ളത് കൊണ്ട് തന്നെ അവൻ ഓഫീസിലേക്ക്
പോയി. അവന് പകരമായിട്ടാണ് സോളി ജൂമാന്റെ വീട്ടിലേക്ക് പോകുന്നത്. അവളുടെ അമ്മയും അവളുടെ കൂടെയുണ്ട്. ജൂമാനും സോളിയും റിലേഷൻഷിപ്പിലായിട്ട് ഏകദേശം 6 വർഷത്തോളം ആയിട്ടുണ്ട് കേട്ടോ. അവരുടെ കല്യാണം നടത്തണമെന്ന് സോളിയുടെ വീട്ടുകാർക്ക് നല്ല ആഗ്രഹമുണ്ട്. എന്നാൽ ജൂമാന്റെ വീട്ടുകാർ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന പോലും ഇല്ല. ഇന്നെങ്കിലും നീ അവരോട് ഈ കല്യാണത്തിന്റെ കാര്യം ഒന്ന് സൂചിപ്പിക്കുക എന്ന് സോളിയുടെ അമ്മ അവളോട് പറയുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഏറെ ഒരു അനൗൺസ്മെന്റ് പോസ്റ്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതിന്റെ ഫസ്റ്റ് റൗണ്ട് ഇന്റർവ്യൂ അവൾ പാസ്സായിട്ടുണ്ട്. ഇനി സെക്കൻഡ് റൗണ്ട് ഇന്റർവ്യൂ നടക്കാൻ പോകുവാണ്. അതിന് വേണ്ടിയിട്ട് അവൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുവാണ്. എന്നാൽ അവൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നൈറ്റ് ദൊങ്മാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അവൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ലാപ്പിൽ ഹെയറാനെ കുറിച്ചുള്ള ആർട്ടിക്കിൾ കൂടെ കാണുന്നതും ഇത്രയൊക്കെ നടന്നിട്ടും ഇവൻ എങ്ങനെയാ ഇവളെ വിശ്വസിക്കാൻ പറ്റുന്നേ എന്നാണ് ഏറെ ചോദിക്കുന്നത്. ഈ കറക്റ്റ് സമയത്ത് തന്നെ ഹെയറാൻ അവളുടെ വീട്ടിലേക്കും വരുന്നു. ദൊങ്മാനെ കാണുന്നതിന് മുന്നേ ഏറെ കണ്ട് സംസാരിക്കാൻ വേണ്ടി വന്നതായിരുന്നു കേട്ടോ അവള്. ലാപ്പ് കാണുന്നതും അവള് വാവ്, എന്നെയാണോ റോൾ മോഡൽ ആയിട്ട് കാണുന്നേ? എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. നീ അപ്പൊ അനൗൺസ്മെന്റ് പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പോകുവാണല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. ഏറയ്ക്ക് ചെറുപ്പം മുതലേ അനൗൺസർ ആവാനാണ് ഇഷ്ടമെന്ന് ഹെയറാൻ അറിയാവുന്ന കാര്യമാണ്. എന്നാൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഏറയ്ക്ക് തീരെ താല്പര്യമില്ല. അവള് നീ എന്തിനാ എന്റെ വീട്ടിലേക്ക് കയറി വന്നേക്കുന്നേ എന്ന് ചോദിക്കുന്നു. ഹെയറാൻ, ഞാൻ നിന്നോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാ വന്നേ. ഞാൻ തിരിച്ചു വന്ന സ്ഥിതിക്ക് ഇനി ദൊങ്മാന്റെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാവും. അതായത് ഇനി ഞങ്ങൾക്കിടയിലേക്ക് നീ വരാൻ നിൽക്കരുത്. ഇതുപോലെ ഫ്രണ്ടാണെന്നും പറഞ്ഞ് ചുറ്റി തിരിയുന്നത് എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല എന്നൊക്കെ തോന്നിയതുപോലെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഇവിടെ ദൊങ്മാനാണേലോ ഏറെ സംസാരിക്കാത്തത് കണ്ട് നീ എന്താ എന്നോട് ഒന്നും മിണ്ടാതിരിക്കുന്നേ? ഞാൻ അത്രമാത്രം ഇപ്പൊ എന്ത് തെറ്റാ ചെയ്തേ? നീ ഇപ്പൊ പണ്ടത്തെ പോലെയല്ലല്ലോ, എന്തൊക്കെയോ മാറ്റങ്ങൾ നിന്റെ സ്വഭാവത്തിൽ വന്നിട്ടുണ്ട് എന്നൊക്കെ ഡോറിന്റെ പുറത്തുനിന്ന് വിളിച്ചു കൂവുന്നുണ്ട്. ഏറെ ഇതൂടെ കേൾക്കുന്നതും ഹെയറാനോടുള്ള ദേഷ്യത്തിൽ ഡോറും തുറന്ന് നിന്റെ ഡാർലിംഗ് ഇവിടെ ഇരിപ്പുണ്ട്, വിളിച്ചോണ്ട് പോകാൻ നോക്ക് എന്നും പറഞ്ഞു പോകുന്നു. ഇപ്പൊ ദൊങ്മാൻ ഹെയറാനോട് നീ എന്തിനെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നോണ്ടിരിക്കുന്നേ? നിന്റെ പ്രശ്നം എന്താ എന്ന് ചോദിക്കുന്നു. ഞാൻ നിന്നെ കോൾ ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, പക്ഷേ നീ കോൾ അറ്റൻഡ് ചെയ്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ എന്ന് ഹെയറാനും പറയുന്നു. ഇപ്പൊ ദൊങ്മാൻ സീരിയസ് ആയിട്ട് സംസാരിക്കാൻ തുടങ്ങുവാണ്. നീ ഡിവോഴ്സ് ആയെന്നറിഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നീ എന്നെ വിളിച്ചപ്പോ ഞാൻ സന്തോഷിക്കുകയും ചെയ്തു എന്ന് പറയുന്നു. അവൻ പറഞ്ഞ ഈ കാര്യം ഏറെയും കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവൻ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല, എന്തേലും ഒക്കെ ആവട്ടെ, ഇനി ആ കാര്യത്തിൽ ഞാൻ തലയിടത്തില്ല എന്ന് ദേഷ്യത്തിൽ പറയുന്നു. എന്നാ ദൊങ്മാൻ പറയാൻ വന്ന കാര്യമേ വേറെയായിരുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ 4 വർഷം കൊണ്ട് ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. നീ കാരണം ഞാൻ ഒത്തിരി സഫർ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇനി എനിക്കതിന് സൗകര്യമില്ല, എനിക്കതിന് താല്പര്യവും ഇല്ല. അതുകൊണ്ട് ഇനി മേലാ നീ എനിക്ക് കോൾ ചെയ്യരുത്, എനിക്ക് മെസ്സേജും ചെയ്യരുത്, എന്നെ കാണാനും വരരുത് എന്ന് പറയുന്നു. അവള് പോയതിനു ശേഷം ദൊങ്മാൻ ഏറയുടെ വീട്ടിന് മുന്നിൽ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ഏറെ ഇപ്പോഴും അവനോട് ഒന്നും സംസാരിച്ചിട്ടില്ല. ഏറയ്ക്കാണെങ്കിൽ ദൊങ്മാനോട് അതിലേറെ വാശിയാണ്. ഇനി ആ പരിപാടിക്ക് ഞാനില്ല എന്ന തീരുമാനത്തിലാണ് അവള്. ഈ സമയത്താണ് മൂബിൻ അവൾക്ക് കോൾ ചെയ്യുന്നത്. ഞാൻ നീ വർക്ക് ചെയ്യുന്ന സ്ഥലത്തുണ്ട്, നമുക്കൊരു ഡേറ്റിന് പോയാലോ എന്നാണ് അവൻ ചോദിക്കുന്നത്. അവിടെ നിന്നും അവൾ റിസൈൻ ചെയ്ത വിവരം മൂബിനോട് പറഞ്ഞിട്ടില്ലല്ലോ. സോ ഇനി ഇതിപ്പോ എങ്ങനെയാ ഹാൻഡിൽ ചെയ്യുക എന്ന് അവൾ ചിന്തിക്കുകയും ചെയ്യുന്നു. അവൾ ഡേറ്റിന് പോവാൻ റെഡിയായി പുറത്തേക്ക് വരികയും ചെയ്യുന്നു. ഈ സമയത്ത് ദൊങ്മാൻ അവളുടെ കൈ പിടിച്ച് അവളാണ് എന്നെ കോൾ ചെയ്തത്, അവളാണ് എന്നെ കോണ്ടാക്ട് ചെയ്തത്, അല്ലാതെ ഞാൻ അവളെ കോൾ ചെയ്യാനോ കോണ്ടാക്ട് ചെയ്യാനോ ഒന്നും പോയിട്ടില്ല, എന്നിട്ടും നീ എന്തിനാ എന്നോട് ദേഷ്യം പിടിക്കുന്നേ എന്ന് ചോദിക്കുന്നു. ഏറെക്കാണേൽ ആ കാര്യം സംസാരിക്കാൻ തീരെ താല്പര്യമില്ല. നിന്നെ ആര് കാണാൻ വന്നാലും ആര് കാണാൻ വന്നില്ലേലും എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. പിന്നെ നീ ഇതൊന്നും എന്നോട് തെളിയിച്ച് പറയേണ്ട ഒരു ആവശ്യവും ഇല്ല. ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിനക്ക് എന്നെ ഇഷ്ടമാണോ അതോ എനിക്ക് നിന്നെ ഇഷ്ടമാണോ? നമ്മൾ ഫ്രണ്ട്സ് ആണല്ലോ, ആ ഒരു ലിമിറ്റ് അതുപോലെ തന്നെ ഇരിക്കട്ടെ, അതാണ് നമുക്ക് രണ്ടുപേർക്കും നല്ലത് എന്ന് ഒട്ടും കെയർ ചെയ്യാതെ പറഞ്ഞ് അവൾ അവിടുന്ന് പോകുന്നു. ദൊങ്മാനാണേൽ ഇതെല്ലാം കേട്ട് അപ്സെറ്റ് ആവുകയും ചെയ്യുന്നു. അവളോട് എങ്ങനെ സോറി പറയും, എങ്ങനെ ആശ്വസിപ്പിക്കും എന്നൊക്കെ ചിന്തിച്ച് ഒരുപാട് അതിനെ കുറിച്ച് ആലോചിച്ചിരിക്കുകയും ചെയ്യുന്നു. ഇപ്പൊ ദൊങ്മാൻ കോച്ചിന്റെ അടുത്തേക്ക് വന്നേക്കുവാണ്. കോച്ചിന് ദൊങ്മാൻ ഫൈറ്റ് ചെയ്യുന്ന വീഡിയോ കണ്ടതിന് ശേഷം ഒരു ധൈര്യമൊക്കെ വന്നിട്ടുണ്ട്. ദൊങ്മാൻ ഫോമിലാണ്, അവൻ ഒരു കാര്യവും മറന്നിട്ടില്ല, അവനെ കൊണ്ട് ഇനിയും ഫൈറ്റ് ചെയ്യാൻ പറ്റും എന്ന കാര്യം കോച്ചിന് മനസ്സിലാവുന്നു. കോച്ച് അവനോട് ഞാൻ നിന്നോട് 1 വർഷം പ്രാക്ടീസ് ചെയ്യുക, അതിനുശേഷം ടൂർണമെന്റിൽ പങ്കെടുക്കാം എന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? നിനക്ക് 1 വർഷത്തെ പ്രാക്ടീസിന്റെ ആവശ്യമൊന്നുമില്ലാന്ന് എനിക്കിപ്പോ മനസ്സിലായി. സോ വരാൻ പോകുന്ന ടൂർണമെന്റിൽ നിനക്ക് പങ്കെടുക്കാം എന്ന് പറയുന്നു. ദൊങ്മാൻ അത് കേട്ട് ഒരുപാട് ഹാപ്പി ആവുന്നു. അത് മാത്രമല്ല കോച്ച് ദൊങ്മാനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി ഫോട്ടോസും എടുക്കുന്നുണ്ട്, പല പോസിലും പല ആംഗിളിലും ആയിട്ട്. കുറച്ച് മുന്നേ ദൊങ്മാൻ അവിടെ തന്നെയുള്ള ഒരു സ്റ്റുഡന്റിന്റെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങിയത് ഓർമ്മയുണ്ടോ? ഞാൻ പണം തരാം, നീ എന്റെ കൂടെ ഫൈറ്റ് ചെയ്യേ എന്നൊക്കെ പറഞ്ഞു ഒരുത്തൻ. ആ സ്റ്റുഡന്റ് ഇപ്പോഴും അവിടെ തന്നെയാണ് കേട്ടോ ഉള്ളത്. അവൻ ഈ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒക്കെ കാണുന്ന സമയത്ത് അസൂയാണ് വരുന്നത്. ഞാനൊക്കെ ഒരുപാട് കാലമായിട്ടുണ്ട്, ഇവൻ ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ, എന്നിട്ട് അവൻ ഇപ്പോഴേ ടൂർണമെന്റിൽ പങ്കെടുക്കാൻ പോകുവാണോ എന്നൊക്കെയുള്ള ഒരു ഈഗോ. അത് കാരണം ദൊങ്മാനെ അവൻ പ്രാക്ടീസ് ചെയ്യാൻ വിളിക്കുന്നു. ദൊങ്മാൻ ഒരു പരാതിയും പറയാതെ അവനെ ബ്ലോക്ക് ചെയ്യാൻ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അധിക സമയം ആ പ്രാക്ടീസ് മുന്നോട്ട് പോകുന്നില്ല കേട്ടോ. അതിന് മുന്നേ തന്നെ ദൊങ്മാനെ ഇടിച്ചത് കാരണം സ്റ്റുഡന്റിന്റെ കൈ വേദനിക്കുവാണ് ചെയ്യുന്നത്. ഇവിടെ ബർത്ത്ഡേ പാർട്ടി അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സോളി വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്. ഈ ജൂമാന്റെ വീട്ടുകാർക്കൊന്നും സോളിയെ അത്രയ്ക്ക് ഇഷ്ടമല്ല. സോളി ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് എന്നതാണ്
അതിന് കാരണം. അവൾ ഉറക്കമൊഴിച്ച് ലീവും എടുത്താണ് ആ പാർട്ടിക്ക് വേണ്ട ഗിഫ്റ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്, ഈ കുക്കീസും കുറച്ച് ഫുഡ് ഐറ്റംസും ഒക്കെ. എന്നാൽ ജൂമാന്റെ ഫാമിലി അവളെയും അവളുടെ ഗിഫ്റ്റിനെയും ഇൻസൾട്ട് ചെയ്ത് പാർട്ടി നടക്കുന്ന സ്ഥലത്തെ ഒരു വേലക്കാരി എന്ന രീതിയിലാണ് സോളിയെ ട്രീറ്റ് ചെയ്യുന്നത്. കല്യാണം എപ്പോ വെക്കാൻ പറ്റുമെന്ന് സോളി അവരോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ അതിനും വ്യക്തമായിട്ടുള്ള ഒരു മറുപടി അവർ കൊടുക്കുന്നില്ല. തന്റെ മകളോട് എങ്ങനെയാണ് അവർ പെരുമാറുന്നതെന്നും എത്ര മോശമായിട്ടാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നതെന്നും സോളിയുടെ അമ്മ അവൾ അറിയാതെ കാണുന്നുണ്ട്. അവളെ കുറിച്ച് ജൂമാന്റെ വീട്ടുകാർ വരുന്ന ഗസ്റ്റിനോടും ഓരോ കുറ്റങ്ങൾ പറയുന്നത് കേട്ട് ഒരുപാട് അമ്മ വിഷമിക്കുന്നുണ്ട്. ആരും കാണാത്ത രീതിയിൽ ചെന്ന് മകൾ വൃത്തിയാക്കേണ്ട വേസ്റ്റ് എല്ലാം അമ്മ വൃത്തിയാക്കി വെക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഏറെ മൂബിന്റെ കൂടെ കാറിലാണ് കേട്ടോ. വയറുവേദനയായത് കാരണം ജോലിക്ക് പോയില്ല എന്നാണ് അവൾ കാരണം പറയുന്നത്. പറഞ്ഞത് കള്ളമായിരുന്നെങ്കിലും വയറുവേദന എന്ന് പറഞ്ഞത് സത്യമായിരുന്നു. അവൾക്ക് സത്യത്തിൽ വയറുവേദന എടുക്കുന്നുണ്ട്. അത് സ്ട്രെസ് കാരണമായിരിക്കും, നീ നന്നായിട്ട് റെസ്റ്റ് എടുത്താൽ മതി എന്ന് മൂബിൻ അവളോട് പറയുകയും ചെയ്യുന്നു. മൂബിൻ അവളെ കുറിച്ച് ഒരുപാട് കെയർ ചെയ്യുന്നുണ്ട്. അവള് പറഞ്ഞത് കള്ളമാണെന്ന് അറിഞ്ഞിട്ടും അവൾക്ക് ബാഡായിട്ട് ഫീൽ ചെയ്യണ്ടെന്ന് കരുതി അവൻ അതിനെ കുറിച്ച് ചോദിക്കുന്ന പോലും ഇല്ല. അത്രയ്ക്ക് നന്നായിട്ടാണ് അവളോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം എനിക്ക് നിന്നോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ആ ജോലി റിസൈൻ ചെയ്തു. ഇനി മുതൽ ഞാൻ അങ്ങോട്ടേക്ക് പോവില്ല. എനിക്ക് വേറൊരു കാര്യം ചെയ്യാനുണ്ട് എന്ന് പറയുന്നു. അതെന്താണെന്ന് അവൻ ചോദിക്കുന്നു. എനിക്ക് ചെറുപ്പം മുതലേ അനൗൺസർ ആവാനായിരുന്നു ഇഷ്ടം. ഇത്രയും കാലം ഓരോ കാരണം കൊണ്ട് എനിക്കതിന് പറ്റിയില്ല. എന്നാൽ ഇനി മുതൽ ഞാൻ അതിനു വേണ്ടി വർക്ക് ചെയ്യാൻ പോകുവാണ് എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന മൂബിൻ കംഫർട്ടബിൾ ആയി തന്നോട് സത്യം തുറന്നു പറഞ്ഞതിന് അവളോട് താങ്ക്സ് പറയുവാണ് ചെയ്യുന്നത്. ഇവിടെ ദൊങ്മാനാണെങ്കിൽ അവൻ ഫൈറ്റ് ചെയ്ത വീഡിയോ കണ്ടുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ആ വീഡിയോ കാണുന്ന സമയത്തെല്ലാം തന്നെ അവര് തന്നെ പറ്റിച്ച കാര്യമാണ് ദൊങ്മാൻ ഓർമ്മ വരുന്നത്. അവന് ദേഷ്യം വന്ന് തക്സുവിനെ കാണാൻ വേണ്ടി വന്നേക്കുവാണ് ഇപ്പോ. തക്സു ഒരു ക്ലബിലാണുള്ളത്. ദൊങ്മാൻ ആദ്യമേ തക്സുവിന്റെ മാനേജറെയാണ് കാണുന്നത്. ദൈവമേ, ഇവനെങ്ങാൻ എന്നെ തല്ലാൻ വേണ്ടി വന്നേക്കുവാണോ എന്നാണ് മാനേജർ ചിന്തിക്കുന്നത്. നിന്നെ ഞാൻ പിന്നെ എടുത്തോളാം, എനിക്ക് ആദ്യം കാണേണ്ടത് അവനെയാണ് എന്ന് പറഞ്ഞ ദൊങ്മാൻ തക്സുവിന്റെ അടുത്തേക്ക് വരുന്നു. സംസാരമൊന്നുമില്ല. ദൊങ്മാന്റെ കയ്യിൽ നിന്ന് തക്സുവിന് നന്നായിട്ട് കിട്ടുന്നു. അവസാനം ദൊങ്മാൻ, ഞാൻ ചോദിക്കാതെ തന്നെ നീ എനിക്ക് വലിയൊരു ഉപകാരമാണ് ചെയ്തു തന്നെ. വേൾഡ് ചാമ്പ്യനെ കൊണ്ടുവന്നല്ലേ നീ എനിക്ക് കോച്ചിങ് തന്നെ. നീ വെയിറ്റ് ചെയ്തോ, നിന്നെ എനിക്ക് റിങ്ങിൽ കിട്ടുന്ന അന്ന് നിന്റെ അവസാനമായിരിക്കും എന്ന് മാസായി പറഞ്ഞ് അവൻ അവിടുന്ന് പോകുന്നു. ഇവിടെ സോളി ഇപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുവാണ്. പെട്ടെന്ന് അങ്ങോട്ടേക്ക് ജൂമാൻ വരുന്നു. അവൻ വന്നപാടെ സോളിയെയും കൂട്ടി ഹാളിലേക്ക് വന്ന് അവന്റെ വീട്ടുകാരോട് സംസാരിക്കാൻ തുടങ്ങുവാണ്. സംസാരിക്കുവല്ല, ചീത്ത പറയുവാണ് ചെയ്യുന്നത്. ഇത് കേട്ട് ജൂമാന്റെ വീട്ടുകാർ സോളിയോട്, നീയാണോ ഇവനോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞേ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നെ ഇവളല്ല വിളിച്ചത്, ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിന് വന്നതാണ്. അതുകൊണ്ടല്ല എനിക്ക് ഇതെല്ലാം കാണാൻ പറ്റിയേ. നിങ്ങളെ പോലെ ഇവളും ബർത്ത്ഡേ ഫംഗ്ഷന് വന്നതാ. പിന്നെ ഇവള് മാത്രം എന്തിനാ ഈ വേസ്റ്റ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നേ? ഈ കുടുംബത്തിലേക്ക് വരുന്ന മറ്റു മരുമക്കളെ കൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. പിന്നെ സോളിയോട് മാത്രം എന്താ നിങ്ങൾ ഇങ്ങനെയെല്ലാം ചെയ്യുന്നേ? സോളിയെ നിങ്ങൾ ഇത്രയ്ക്ക് കുറച്ച് കാണാൻ വേണ്ടിയിട്ട് ഞാൻ വലിയ കൊമ്പത്തിരിക്കുന്ന ആളൊന്നും അല്ല. അവൾ എനിക്ക് മാച്ച് അല്ല എന്നല്ല നിങ്ങൾ പറയുന്നത്. ഞാൻ ഇന്ന് ഈ നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരേ ഒരു കാരണം സോളിയാണ്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ആരും എന്നെ പഠിക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളുടെ കയ്യിൽ അതിനു വേണ്ട പണവും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് എന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി അവളുടെ ഇഷ്ടം മാറ്റിവെച്ച് എന്നെ പഠിപ്പിച്ചത് സോളിയാണ്. ഞാൻ ഇന്ന് നല്ലൊരു നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം ഇവളാണ്, അല്ലാതെ നിങ്ങളല്ല. നിങ്ങളൊന്നും എനിക്ക് വേണ്ടി ഒന്നും ചെയ്തു തന്നിട്ടില്ല. പിന്നെ നിങ്ങൾ ഞങ്ങളുടെ കല്യാണത്തിന് സമ്മതിക്കില്ല എന്നല്ലേ പറഞ്ഞേ? ശരി, സമ്മതിക്കണ്ട, ഞാൻ കെട്ടാനും പോകുന്നില്ല എന്ന് ദേഷ്യത്തോടെ പറഞ്ഞ ജൂമാൻ സോളിയെയും കൂട്ടി അവിടുന്ന് വരുന്നു. ബസ്സിൽ തിരിച്ചു വരുന്ന സമയത്തും ജൂമാൻ അവളോട്, നീ എന്തിനാ ആ പണിയൊക്കെ ചെയ്യാൻ പോയാ? അതിന്റെ ഒന്നും ഒരു ആവശ്യവും ഇല്ലല്ലോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. സോളി, അത് വിട്, നീ എങ്ങനെ അങ്ങോട്ടേക്ക് എത്തിയേ? നീ ഇന്ന് വരുന്നില്ല എന്നല്ലേ പറഞ്ഞേ എന്ന് ചോദിക്കുന്നു. ഈ സമയത്താണ് സോളിയുടെ അമ്മ ജൂമാൻ അയച്ച മെസ്സേജ് ജൂമാൻ സോളിക്ക് കാണിച്ചു കൊടുക്കുന്നത്. സോളിയോട് എത്ര മോശമായിട്ടാണ് ജൂമാന്റെ വീട്ടുകാർ പെരുമാറുന്നതെന്ന് കണ്ട അമ്മ അവിടെ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ദേഷ്യത്തില്, നീയും അവളും തമ്മിലുള്ള കല്യാണത്തിന്റെ കാര്യം മറന്നേക്ക്, ഇനി നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാവില്ല എന്ന് ദേഷ്യത്തില് മെസ്സേജ് അയക്കാൻ നിൽക്കുമായിരുന്നു. എന്നാൽ സോളിക്ക് ജൂമാനെ എത്ര ഇഷ്ടമാണെന്ന് ഓർക്കുന്നതും ആ ടൈപ്പ് ചെയ്തതെല്ലാം ഡിലീറ്റ് ചെയ്തുകൊണ്ട് അമ്മ, സോളിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ട് നീയും നിന്റെ വീട്ടുകാരും അവളെ നന്നായിട്ട് നോക്കണം, ദയവ് ചെയ്ത് അവളെ കഷ്ടപ്പെടുത്തരുത് എന്നൊക്കെയാണ് മെസ്സേജ് അയക്കുന്നത്. ഈ മെസ്സേജ് വായിക്കുന്ന സോളി തന്നോട് അവരെ പെരുമാറിയ രീതി അമ്മ കണ്ടെന്നും തനിക്ക് വേണ്ടി ആ വേസ്റ്റ് എല്ലാം ക്ലീൻ ചെയ്തത് അമ്മയാണെന്നും മനസ്സിലാക്കി ഒരുപാട് കരയുന്നു. ജൂമാൻ ഇത് കണ്ട് അവളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഡേറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം മൂബിന് ഇറക്കി ഒരു ഫുഡ് മസാജർ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തേക്കുവാണ്. ഗിഫ്റ്റ് കൊടുത്തു എന്ന് മാത്രമല്ല, അത് ഞാൻ തന്നെ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവയ്ക്കും എന്ന വാശിയിലാണ് അവൻ. അവളുടെ വീട് മാറ്റിയാണല്ലോ പറഞ്ഞു കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ വേണ്ട, അത് ഞാൻ വെച്ചോളാം എന്നൊക്കെ അവള് പറഞ്ഞു നോക്കുന്നുണ്ട്. എന്നാൽ മൂബിന്റെ അടുത്ത് അതൊന്നും നടക്കുന്നില്ല. അവൻ മേലേക്ക് നടന്നുകൊണ്ടേ ഇരിക്കുവാണ്. അവളുടെ വീട് പാസ് ചെയ്യാറാവുന്നതും ഏറെക്ക് വയറുവേദന അധികമായി അവിടെ തന്നെ മയങ്ങി വീഴുന്നു. ആ സ്ഥലത്തിന്റെ ഓണറും മൂബിനും ഇത് കണ്ട് നേരെ അവളുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. അവര് രണ്ടുപേരും കൂടെ ചേർന്ന് ഏറെയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. ഏറെക്ക് എന്തോ വലിയ പ്രശ്നമായി എന്നൊക്കെ നമുക്ക് തോന്നും, പക്ഷെ സത്യത്തിൽ അങ്ങനെയൊന്നും ആയിരുന്നില്ല. അവക്ക് ഗ്യാസിന്റെ പ്രശ്നമായിരുന്നു. അവളുടെ വയറ്റില് ഫുള്ള് ഗ്യാസ് ആയിരുന്നു. സ്ട്രെസ് കൂടിയപ്പോ വയറുവേദന കൂടി മയങ്ങി വീണതാണ്. ഡോക്ടർ മൂബിനോട്,
ഇത്രമാത്രം സ്ട്രെസ് ഉണ്ടാവാൻ വേണ്ടി എന്താ സംഭവിച്ചെന്നൊന്നും അറിയില്ല. പേഷ്യന്റിന്റെ വയറ്റിൽ ഫുള്ള് ഗ്യാസ് ആണ്. അത് റിലീസ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ആശ്വാസം ആവത്തുള്ളൂ. കുറച്ച് സമയത്തിനുള്ളിലെല്ലാം പോയി തീരും എന്ന് പറയുന്നു. ഏറയ്ക്ക് സംഭവം ബോധം വന്നിട്ടുണ്ട്, പക്ഷെ അവൾ കണ്ണു തുറക്കുന്നില്ല. അയ്യോ, ഒരു ഡേറ്റിന് വന്നിട്ട് ഗ്യാസും വിട്ട് കിടക്കേണ്ട അവസ്ഥയായല്ലോ ദൈവമേ എന്നാണ് അവൾ നാണക്കേടായിക്കൊണ്ട് ചിന്തിക്കുന്നത്. ഇതേ സമയം ദൊങ്മാനാണെ രാവിലെ തൊട്ട് ഏറയ്ക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുവാണ്. എന്നാൽ അവളുടെ ഒരു റിപ്ലൈയും ഇല്ല. ഇവൾ ഇതെവിടെ പോയി എന്നൊക്കെ അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുന്ന ഹൗസ് ഓണർ അവന്റെ അടുത്ത് കാറ് നിർത്തുന്നത്. ഹൗസ് ഓണർ, നിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവാറുള്ള പെങ്കൊച്ചില്ലേ, അവക്ക് സുഖമില്ല, സോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട് എന്ന് പറയുന്നു. ഇത് കേട്ട അവന് സമാധാനം ഉണ്ടാവോ? ഹോസ്പിറ്റലിന്റെ ഡീറ്റെയിൽസും ചോദിച്ച് പെട്ടെന്ന് തന്നെ അവൻ അങ്ങോട്ടേക്ക് പോന്നു. ഇവിടെ ഹോസ്പിറ്റലിലെ മൂബിനാണ് ഏറെയുടെ ഗ്യാസ് എല്ലാം പോയോന്ന് അറിയാൻ വേണ്ടി വയറിൽ ചെവി വെച്ച് കേൾക്കാനുള്ള ഉദ്ദേശത്തിലാണ്. എന്നാൽ ഏറെ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് ഒന്നും അറിയാത്തതുപോലെ എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല, നമുക്ക് വീട്ടിലേക്ക് പോയാലോ എന്ന് ചോദിക്കുന്നു. മൂബിൻ, ഇല്ല, നിനക്ക് ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉണ്ട്, ഒരു 2-3 ഡേയ്സ് കൂടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ സിവിയർ ആവുമായിരുന്നു എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ആ കാര്യത്തെ കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നു ഒന്ന് നിർത്താൻ പറ്റുമോ എന്ന് ഏറെ അവനോട് ചോദിക്കുകയും ചെയ്യുന്നു. ഏറെക്കാണെ മൂബിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണമെന്നേ ഇല്ലാട്ടോ, വീട്ടിലേക്ക് പോകാമെന്നും പറഞ്ഞുകൊണ്ടേ ഇരിക്കുവാണ്. അത് ഇന്ന് എന്നല്ല എന്നും അങ്ങനെയാണ്. നീ എന്റെ കൂടെ ഒട്ടും കംഫർട്ടബിൾ അല്ല അല്ലേ, അതുകൊണ്ടല്ലേ നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ എന്ന് മൂബിൻ ചോദിക്കുന്നു. ഈ സമയത്ത് ഹോസ്പിറ്റലിൽ ദൊങ്മാൻ അവക്ക് കോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എന്തു പറ്റിയതാ, ഡോക്ടർ എന്തു പറഞ്ഞു എന്നൊന്നും അവൻ അറിയത്തില്ലല്ലോ, സോ അവൻ കോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ്. ഈ കോള് കാണുന്ന മൂബിനേറയോട് അത് നീ അറ്റൻഡ് ചെയ്യരുത് എന്ന് പറഞ്ഞ്, നിനക്കൊരു കാര്യം അറിയോ, എന്റെ അമ്മയ്ക്ക് വയ്യാതിരുന്നപ്പോൾ പോലും ഞാൻ ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള റൂം ബുക്ക് ചെയ്തിട്ടില്ല, പക്ഷെ നിനക്ക് വയ്യാതായപ്പോ ഞാൻ നേരെ നിന്നെ ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു, എക്സ്പെൻസീവ് ആയിട്ട് കൂടെ ഈ റൂം ബുക്ക് ചെയ്യുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ എനിക്കിന്ന് ലീവ് ഒന്നും ആയിരുന്നില്ല, നിന്നെ കാണാൻ വേണ്ടി ഞാൻ ലീവ് എടുത്തതാണ് എന്നൊക്കെ അവന്റെ മനസ്സിലുള്ളത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. കൂടാതെ പെട്ടെന്ന് തന്നെ മൂബിനേറെ കിസ് ചെയ്യുകയും ചെയ്യുന്നു. ഈ കറക്റ്റ് ടൈമിൽ തന്നെ ദൊങ്മാൻ വന്ന് ഡോർ ഓപ്പൺ ചെയ്യുകയും ചെയ്യുന്നു. ദൊങ്മാൻ ആകെ ഫ്രീസ് ആയി പോകുന്നു. ഏറെയും ഷോക്കായി. ഇത് നീ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല എന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ദൊങ്മാൻ അതൊന്നും കേൾക്കുന്നില്ല. പെട്ടെന്ന് തന്നെ അവിടുന്ന് പോകുവാണ് ചെയ്യുന്നത്. കുറച്ചങ്ങോട്ട് നടക്കുന്നുണ്ട്. എന്നാൽ ഒരു പോയിന്റിൽ എത്തുന്ന സമയത്ത് എന്തോ ആലോചിച്ച് നിൽക്കുവാണ്. ഇനിയും സത്യം തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ ഏറെയെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുന്നതും ദൊങ്മാൻ ഏറെയുടെ റൂമിലേക്ക് തിരിച്ചു നടക്കുവാണ്. ഇത് കാണിച്ചുകൊണ്ടാണ് 6ാമത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.